നിസ്കാര സമയമായാൽ ശൈഖ് റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഭൗതികമായ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെടുമായിരുന്നില്ല. ഒരിക്കൽ ശൈഖ് റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടു. അപ്പോഴാണ് ബാങ്ക് വിളിക്കുന്നത് കേൾക്കാനിടയായത്. ഉടനെ മഹാനവറുകൾ പറഞ്ഞു, ഹളറ ഹഖുൽ ഹഖി വബതല ഹഖുൻ നഫ്സി. അള്ളാഹുവിന് നിർവഹിക്കേണ്ട ബാധ്യതയ്ക്ക് സമയമായിരിക്കുന്നു. ഇനി ശരീരത്തിന്റെ ബാധ്യത പ്രാധാന്യമർഹിക്കുന്നില്ല. അതെ, നിസ്കാരത്തിന് സമയമായാൽ മറ്റ് ആവശ്യങ്ങളെല്ലാം ത്യജിച്ചുകൊണ്ട് മനസ്സും ശരീരവും നിസ്കാരത്തിലേക്ക് തിരിച്ചവരായിരുന്നു മഹത്തുക്കൾ. മറ്റൊരവസരത്തിൽ ഉണങ്ങാനിട്ട കുപ്പായ കയ്യിൽ ഒരു പൂച്ച കിടന്ന് ഉറങ്ങുകയുണ്ടായി. നിസ്കാരത്തിന് സമയമായപ്പോൾ ശൈഖവറുകൾക്ക് കുപ്പായത്തിന്റെ ആവശ്യമായി. മറ്റു വസ്ത്രങ്ങളില്ലാത്തത് കൊണ്ട് പൂച്ചയെ ഉറക്കത്തിൽ നിന്നും ഉണർത്താതെ പൂച്ചയുടെ സുഖനിദ്രയ്ക്കായി കുപ്പായ കൈ മുറിച്ചിട്ട് കൊടുത്തു. മുറിക്കയ്യൻ വസ്ത്രവുമായി ശൈഖവറുകൾ നിസ്കാരം നിർവഹിച്ചു. പൂച്ച എഴുന്നേറ്റ് പോയതിനു ശേഷമാണ് ആ കുപ്പായ കൈ വസ്ത്രത്തിലേക്ക് ചേർത്ത് തുന്നിയത്. പ്രിയമുള്ളവരെ, പൂച്ചയുടെ ഉറക്കം കെടുത്താതെ, എന്നാൽ സർട്ടാവിന് നിർവഹിക്കേണ്ട ബാധ്യതയ്ക്ക് സമയമായപ്പോൾ അതിൽ ഭംഗം വരുത്താതെ, പൂച്ച ഉണരുന്നതുവരെ പ്രതീക്ഷിച്ചു നിന്ന് നിസ്കാരത്തെ പിന്തിപ്പിക്കാതെ ആദ്യ സമയത്ത് തന്നെ അവ്വൽ വഖത്തിൽ തന്നെ നിസ്കരിച്ച് മുത്തുനബിയുടെ സുന്നത്ത് പിൻപറ്റിയവരായിരുന്നു ഇത്തരത്തിലുള്ള മഹത്തുക്കൾ. നാമും ഭൗതികമായ തിരക്കുകൾക്കിടയിൽ നിസ്കാരത്തിന് സമയമായാൽ തിരക്കുകളും ആവശ്യങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട് നിസ്കാരം കൃത്യമായി അവ്വൽ വഖത്തിൽ നിർവഹിക്കുന്ന മഹത്തുക്കളോടൊപ്പം അണിചേരാൻ പരിശ്രമിക്കുക. അത് മുത്തുനബിയുടെ ഉന്നതമായ സുന്നത്താണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.